ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉഴുന്നുവട കൊണ്ടുള്ള ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഉഴുന്ന് കുതിർത്തരച്ചതാണിത്. ഒരു 1/4 അരവ് വന്നിട്ടുള്ളതാണ്. വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 3 സവോള അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് അവിച്ച് തൊലി കളഞ്ഞതാണിത് അരിഞ്ഞെടുത്തത്, തേങ്ങാപ്പാൽ ഇത് 1-ാം പാലാണ്, ഇത് 2-ാം പാൽ, കറിവേപ്പില, വറ്റൽമുളക്. ചീനച്ചട്ടി അടുപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാം. ഇത് വെള്ളത്തിൽ തൊട്ട് വേണം ഉഴുന്നിങ്ങനെ എടുക്കാൻ, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇത് കുറേശ്ശെ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് വേണം ഇടേണ്ടത്. ഇത് ചെറിയതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കോരിയെടുക്കണം. ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവും. ഇതിൽ അധികം എരിവൊന്നും വരില്ല. മാറ്റി പിടിക്കണേ. ഇത് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. ഇത് മൊത്തം വറുത്തെടുക്കുന്നത് വരെ ഞാൻ ചെയ്യുന്നില്ല. ഇതിൽ ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കി മാറ്റി വയ്ക്കുവേ. മൊത്തം വറുത്തെടുക്കുന്നത് വരെ ഇരുന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കത് ഭയങ്കര ബോറടി പോലെ തോന്നും. അതുകൊണ്ടിട്ടാണ്. കറിയായിരിക്കും. കല്യാണ സദ്യയിലൊക്കെ ഈ കറി പ്രധാനമായിട്ടുണ്ടാകുന്നതാണ്. ഇതൊന്ന് നല്ല ചെറിയ കളർ വരുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. ഇത് ചെറുതായിട്ട് ഉരുട്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ കറിയിലിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലവണ്ണം കുതിർന്നു വരും. ചെറിയ കളർ വന്നാലേ അതിൻ്റെ ഉള്ളെല്ലാം വേഗത്തുള്ളൂ. ഈ സവോളയും ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കുന്നതിന് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഇതിന് മാറ്റി വയ്ക്കും. ഇതിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ ആ ഒരു പരുവമാകുമ്പോൾ ഇത് നമ്മൾ കോരി മാറ്റണം. അതിൻ്റെ ഉള്ളെല്ലാം വെന്ത്
തീ കുറച്ച് കൊടുത്തിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഈ എണ്ണ നമുക്ക് ഇതിലേക്കൊന്ന് മാറ്റാം. ഇതിൽ കടുക് കുറച്ചെണ്ണ മതിയേ, അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. വടയിലും എണ്ണ ഉണ്ടാവും. കൂടുതൽ എണ്ണ കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ എണ്ണ കുറയ്ക്കുന്നതാണ് നല്ലത്. ഇതിൽ നമുക്ക് വറ്റൽമുളക്, വറ്റൽമുളക് ഇതിൽ മസ്റ്റാണ്. ഇതൊന്നല്ല, എല്ലാ കറികളിലും വറ്റൽമുളക് ഇട്ടാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇടണം. കടുക് പൊട്ടിയില്ലെങ്കിൽ ഈ കടുകിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവും കറിയിൽ. നമുക്ക് ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കടുക് പൊട്ടുന്ന സമയത്ത് മാറി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കണ്ണിലും മുഖത്തൊക്കെ കുറച്ചാലോ. കുക്ക് ചെയ്യുന്നവരൊക്കെ എല്ലാവരും സൂക്ഷിച്ച് ചെയ്യും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വെച്ചെണ്ണ കൊടുക്കാം. കറിവേപ്പില, ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഇത് നന്നായിട്ടൊന്ന് വഴറ്റി. സവോള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിൽ ഉരുളക്കിഴങ്ങ് നമ്മളിപ്പോൾ അവിച്ച് കട്ട് ചെയ്ത് ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഇത് വളരെ എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ. നമ്മൾ ഇതിന് വേണ്ടുന്ന എന്തൊക്കെ സാധനമെന്ന് വെച്ചാൽ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഈ കറി വയ്ക്കാൻ ഇതെന്നല്ല, ഏത് കറിയായിരുന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നത് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കറികളെല്ലാം വയ്ക്കാൻ പറ്റുന്നതാണ്. ഒരു കറി വയ്ക്കാൻ ഒന്നരിഞ്ഞ് പിന്നെ വേറൊന്നരിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയാതെ പോകുന്നത്. ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാൻ നിന്നാൽ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതിൽ എണ്ണ കൂടുതൽ ഒഴിക്കുന്നില്ല, ഇതിൽ ആവശ്യത്തിന് എണ്ണ വേണ്ടേ, പിന്നെ എണ്ണ കൂടുതൽ വേണ്ട. വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്കിവിടെ എണ്ണ അധികം ഉപയോഗിക്കാറില്ല.
ഈ ഉരുളക്കിഴങ്ങ് ഇതിലിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലൊഴിക്കണം. ആവശ്യത്തിന് എല്ലാവർക്കും അവരുടേതായ പാകത്തിനുള്ള ഉപ്പ് ഒഴിച്ചാൽ മതി. ഇത്ര ടീസ്പൂൺ ഇങ്ങനെയൊന്നും എനിക്ക് അതിൻ്റെ പാകം പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ ഒരു കണക്കിനാണ് ഇടുന്നത്. കുക്ക് ചെയ്യുന്നവർ അവരുടേതായ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് കുറച്ച് മതിയാവും. അത് നോക്കി ഇട്ടാൽ മതി. ഇനി നമുക്കിതിൽ മല്ലിപ്പൊടി, ഒരു ഇതിലൊരളവ്, ഒരു സ്പൂൺ, ഒന്നല്ല ഒരു 1.5. മുളക് പൊടി ഞാൻ പറഞ്ഞില്ലേ, ഇത് പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവുണ്ടായിരിക്കും. ചെറുതായിട്ട് കുറച്ച് എരിവ് മതിയല്ലോ, അപ്പം അതിനനുസരിച്ച് കുറച്ച് മുളക് പൊടി. എല്ലാവരും ചോദിക്കും അതിൻ്റെ അളവ് എന്താണെന്നൊക്കെ ചോദിക്കും. എനിക്ക് അങ്ങനെ കറക്റ്റ് ഇത്ര സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇതിൽ കറി മസാല. നമ്മൾ പെരുംജീരകം എന്ന് ഞാൻ പറഞ്ഞത് എല്ലാ നാട്ടിലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത്. വലിയ ജീരകം എന്ന് പറയും അതിനെ. നമ്മൾ വലിയ ജീരകം അതിലിട്ടിട്ടുണ്ട്. ഇത് കറി മസാല. കുരുമുളക് പൊടി ഒരു ലേശം മതിയേ. ഞാൻ ഒരു കണക്കിനായിടുന്നത് കേട്ടോ. ഇത്രയും മതി കുരുമുളക് പൊടി. ഇങ്ങനെ ഇളക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? സൗണ്ട് കേൾക്കാത്ത രീതിയിൽ ഞാൻ ഇളക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ടതാണ് 1 പാൽ. ഈ 1 പാൽ ഇത്രയും ലൂസായിട്ട് ഈ കറി ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നമ്മൾ ഈ വടയിടില്ലേ, വടയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ വടയിൽ ഈ അരപ്പിൻ്റെ എല്ലാം പിടിക്കും. അപ്പോൾ ഇതങ്ങ് കട്ടിയാകും. ഈ കൂട്ട് വടയിൽ പിടിച്ചിട്ട് വട നല്ല കുതിർന്നിരിക്കും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്തിരി ഒന്ന് തിളക്കട്ടെ. ഇത്രയും നേരം നമ്മൾ തീ കുറച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്തിരി തീ കൂട്ടി കൊടുക്കുക. കൂട്ടുകാരെയും ഞാനിതിൽ 2 പാൽ ഒഴിക്കണോ, 2 പാലല്ലേ ഇതിലൊഴിച്ചത്. ഞാൻ പറഞ്ഞത് 1 പാലെന്നായിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. ഇതിൽ 2 പാൽ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവാവും. ഇനി നമുക്ക് ഇതിൽ 1 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് 1 പാൽ. ഈ 1 പാൽ ഒഴിച്ചതിന് ശേഷം തീ കുറയ്ക്കണേ. ഒരുപാടങ്ങ് തിളയ്ക്കാൻ പാടില്ല. ഇനിയാണ് നമുക്കിതിൽ വട ഇട്ട് കൊടുക്കാം. 1 ഇനിയും വട ഉണ്ടാക്കാനുണ്ട്. ഞാനിത് കുക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി
ഉണ്ടാക്കാതെ മാറ്റി വെച്ചേക്കുന്നത്. ഒരുപാട് സമയം എടുക്കൂലേ എത്രയും ഉണ്ടാക്കി വരുമ്പോൾ, അതുകൊണ്ടിട്ടാണ്. ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുതിർന്നു വരും. കണ്ടോ, ഈ ഒരു പരുവത്തിലാവും കറി. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, പൂരി, ഇടിയപ്പം ഇങ്ങനെയുള്ള പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് കുക്ക് ചെയ്ത് നോക്കൂ. കൊള്ളാമെങ്കിൽ കമൻറ്റ് പറയണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കൂട്ടുകാരെ, കണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയ കറി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യൂ. എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എല്ലാവരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരിക്കണം. നന്ദി, നമസ്കാരം.